ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീടിൻ്റെ അതായത് ബെഡ്റൂമിൻ്റെ അകത്ത് നമ്മൾ കബോർഡ് സിസ്റ്റം ചെയ്യാറുണ്ട്. കബോർഡ് സിസ്റ്റം ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് സിസ്റ്റം കാര്യങ്ങൾ, അത് കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ, സിസ്റ്റം കാര്യങ്ങളൊക്കെ, സ്റ്റഡി ഏരിയയും കൂടി നമുക്ക് എങ്ങനെ ചെയ്യാമെന്നും ഉള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ കട്ടിൽ 6 അടി കട്ടിലാണ് വരുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ സാധാരണ ലെവലിൽ, നമ്മൾ ഈ പറഞ്ഞ ലെവലിൽ കബോർഡ് സിസ്റ്റം ചെയ്യാറ്. കബോർഡ് സിസ്റ്റം നമ്മൾ സാധാരണ ചെയ്ത് വയ്ക്കുന്നത് മൊത്തം ചെയ്ത് വയ്ക്കാറുണ്ട്. അങ്ങനെ വരുന്ന സമയങ്ങളിൽ നമുക്ക് ഈ പറയുന്ന എക്സ്ട്രാ പ്ലഗ്, സിസ്റ്റം കാര്യങ്ങൾ, കമ്പ്യൂട്ടർ കാര്യങ്ങൾ, സ്റ്റഡി ടേബിളോ കാര്യങ്ങളൊന്നും ചെയ്യാൻ സ്പേസ് കിട്ടാറില്ല. പക്ഷേ അതിന് കുറച്ചുകൂടി വെറൈറ്റി ആയിട്ട് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് 2 കബോർഡ് സിസ്റ്റം ചെയ്തതിന്, കബോർഡ് സിസ്റ്റം അത്യാവശ്യം നമുക്ക് നല്ല വലുപ്പത്തിൽ തന്നെ ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്ത് ഡ്രോ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മുകളിലായിട്ട് ഒറ്റ ഫുൾ ഫ്രീ ആയിട്ടുള്ള ഡ്രോ കാര്യങ്ങളുണ്ട്. അതൊരു ഫ്രെയിമാണ് വരുന്നത്. ഇനി അത് കൂടാതെ തന്നെ 2 ഫ്രെയിം കൂടി, അതിൻ്റെ കള്ളികൾ തിരിച്ചുള്ള ജസ്റ്റ് ഫ്രെയിമുകളും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കബോർഡ് സിസ്റ്റം നമ്മൾ തന്നെ ഓവറായിട്ട് നമ്മൾ ചെറുതാക്കിയിട്ടില്ല. എന്നാൽ നമ്മുടെ അത്യാവശ്യം കാര്യങ്ങൾ നടക്കുന്ന രീതിയിലുള്ള കബോർഡ് ചെയ്തതിന് ശേഷം അതിനോട് അറ്റാച്ച് ചെയ്ത്, നിങ്ങൾ കണ്ടോ, അതായത് അതിനോട് അറ്റാച്ച് ചെയ്തൊരു ടേബിളും കൂടി ചെയ്തിരിക്കുന്നു. ടേബിളിന് സെപ്പറേറ്റ് ലെങ്ത്തും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഒറ്റ ജസ്റ്റ് ഒരു സപ്പോർട്ട് കൊടുത്തതിന് ശേഷം ബാക്കി കബോർഡ് ചെയ്തിരിക്കുന്നത് കബോർഡിൻ്റെ സിസ്റ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ടേബിൾ പോലെയായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കസേര കാര്യങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് കയറ്റിയിടാം. പിന്നെ സിസ്റ്റം വെക്കാനുള്ള പ്ലഗ് കാര്യങ്ങൾ 2 പ്ലഗ് കൊടുത്തിട്ടുണ്ട്. ഒരു ഇൻ്റർനാഷണൽ പ്ലഗും ഒരു നോർമൽ പ്ലഗും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പ്ലഗ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സിസ്റ്റം വേണമെങ്കിൽ സിസ്റ്റത്തിന് വെക്കാവുന്ന രീതിയിലാണെങ്കിലും മൊബൈൽ ചാർജിങ്ങിന് എന്ത് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. അത് 110 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും, അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് കണ്ടോ സ്റ്റഡി ഏരിയയിൽ ബുക്കിൻ്റെ ജസ്റ്റ് ഒരു ഷെൽഫ് പോലെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ടേബിളിൽ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു സ്റ്റഡി ടേബിളും കൂടി വരാവുന്ന രീതിയിലാണ് സിസ്റ്റം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ അകത്ത് അത് കബോർഡ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ, അതായത് ഒരു എക്സ്ട്രാ പ്ലഗും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സിസ്റ്റമോ കമ്പ്യൂട്ടറോ അതുപോലെ തന്നെ ലാപ്ടോപ്പോ വെച്ച് യൂസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനും കൂടി വന്നിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ ഒട്ടും സ്പേസ് നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ എല്ലാ സൗകര്യങ്ങളോടും കൂടി നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാം. കബോർഡ് ചെറുതായിട്ടൊന്ന് ഓവറായിട്ട് ചെറുതാക്കേണ്ട, എന്നാൽ നമ്മുടെ ആവശ്യത്തിനുള്ള രീതിയിലൊന്ന് കബോർഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു എക്സ്ട്രാ പ്ലഗ് കൊടുത്ത് നമുക്കൊരു സിസ്റ്റം വയ്ക്കാനും കമ്പ്യൂട്ടർ വയ്ക്കാനുള്ളൊരു ഏരിയ നമുക്കിത് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ നമ്മൾ റൂമിൻ്റെ കൺജസ്റ്റഡ് ആവുന്ന രീതിയിൽ സെപ്പറേറ്റ് ഒരു ടേബിൾ പോലും ഇതിൻ്റെ അകത്ത് ഇടേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഐഡിയ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great. I like